വെളിപ്പാട് പുസ്തകം 6:12-13 ബൈബിൾ എല്ലാവരും എടുത്താട്ട്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിച്ചിട്ട് കുഞ്ഞ്. വെളിപ്പാട് പുസ്തകം 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം, ഇനി വരാൻ പോകുന്ന ഭൂകമ്പം, വലിയ ഭൂകമ്പമുണ്ടായി. അപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. നമുക്ക് ഈ വെളിച്ചം തരുന്ന സൂര്യൻ കരിമ്പടം പോലെ കറുക്കുന്നു. അടുത്തത് ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ഇത് കണ്ടോ? ഇത് രണ്ടും കമ്പയർ സ്റ്റഡിയാ. 1 മത്തായി എഴുത്തുകാരൻ, 2 പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ. കമ്പയർ ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ബൈബിൾ പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. ചന്ദ്രൻ രക്തതുല്യമായി. അടുത്ത വാക്ക് അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് ആകാശത്തിലെ, വായിച്ചാട്ട് മക്കളെ, ആകാശത്തിലെ അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് ഉതിർത്തിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. കിടക്കുന്ന 3 സയൻസിലേക്ക് വരുക. 1 സെന്റർ സിറ്റുവേറ്റഡ് ദ സൺ, കം ടു ദ റേസ് ടു എർത്ത്, ഡൈവേർട്ടഡ് ടു മൂൺ. കണ്ടോ? 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യം, അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ താഴേക്ക് കായ്കൾ വരാൻ പോകുന്നു. ഇതൊരു അന്ത്യകാലമോ? അങ്ങനെയെങ്കിൽ സൂര്യനിലേക്ക് one more time ഞാൻ മടങ്ങി വരുന്നു. എന്താ സൂര്യൻ? 1 ഘടകം പ്രോട്ടോസ്ഫിയർ, 2 ക്രോമോസ്ഫിയർ, 3 കൊറോണ. തേങ്ങയെടുക്കും. 1 തൊണ്ട്, 2 ചിരട്ട, അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പൂൾ. ഇതുപോലെ സൂര്യനകത്ത് കത്തുന്ന ഒരു വാതകമുണ്ട്. ആ വാതകത്തിന്റെ പേരാ ഹൈഡ്രജൻ. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. ഇതാ ബൈബിളും സയൻസുമായിട്ടുള്ള ബന്ധം മനസ്സിലാകുന്നവർക്കായി. 1 മിനിറ്റിൽ 60 ടൺ ഹൈഡ്രജൻ കത്തും. 60 ടൺ ഹൈഡ്രജൻ കത്തുമ്പോൾ അതിനകത്തൊരു വാതകം ഉത്ഭവിച്ചു വരും. അതിൻ്റെ പേരാ ഹീലിയം. ആ ഹീലിയത്തിനെ കണ്ടുകൊണ്ടിരുന്ന സയൻസ് ISROയുടെ ചെയർമാൻ ഡോക്ടർ സോമനാഥ് പറയുന്നു, കറുത്ത പുള്ളികൾ ഇന്ന് സൂര്യനകത്ത്. അങ്ങനെയെങ്കിൽ സൂര്യന്റെ പ്രകാശം ആകാശത്തിന്റെ തട്ടുകളിൽ കൂടി ഇറങ്ങി വരും. എത്ര തട്ടുണ്ട് ആകാശത്തിന്? 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. സ്വത്രം. ഈ സയൻസ് ഇല്ലാത്ത കാലത്താണ് നെയ്യാറ്റിൻകര വെള്ളറട്, അതുപോലെ ഊരമ്പുൽ, ഉച്ചക്കടയിൽ നമ്മുടെ അപ്പച്ചന്മാർ പാടിയില്ലേ, ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് ഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട്. സ്വത്രം. സന്തോഷം ഇല്ലല്ലോ? സ്വത്രം. മരണ വീട്ടിൽ ഇരിക്കുന്നു, വിഷമിക്കേണ്ട. ഇതിന്റെ ലാസ്റ്റ് കൺക്ലൂഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ പ്രസംഗം ഇസ്രായേലിലേക്കാണ് പോകുന്നത്, അന്ത്യദിനങ്ങളിലേക്ക്. ഇന്ന് രാത്രി എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഈ സൂര്യൻ ഇങ്ങോട്ട് അടിക്കുമ്പോൾ സൂര്യന്റെ താപം 7 തട്ടുകളിൽ കൂടി ഇറങ്ങി വരും. 2ാമത്തെ തട്ടിന്റെ പേരാ ഓസോൺ ലെയർ. ഇന്ന് 1,70,000 ഓസോൺ ലെയർ കീറിക്കഴിഞ്ഞു. ആ സൂര്യനകത്തുനിന്ന് കൊറോണ മാസ് എജക്ഷൻ, ഇതിനകത്ത് പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ കഴിഞ്ഞാൽ വരുന്ന സാധനമാണ് കൊറോണ. ആ ചൂടാ കൊറോണ മാസ് എജക്ഷൻ. ആ വയലറ്റ് റേഡിയേഷൻ അടിച്ചാൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും. തീർന്നില്ല. പാലക്കാട് സൂര്യതാപമേറ്റ് തൊഴിലാളിക്ക് പൊള്ളി, പാറശാല പൊള്ളി. ഇതിൻ്റെ തൊട്ടടുത്ത് പരശുവയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. രാവിലെ വയലിൽ പണി ചെയ്ത രാജു എന്ന ചേട്ടൻ വീട്ടിൽ വന്നില്ല, കുഴഞ്ഞു വീണ് മരിച്ചപ്പോൾ വീട്ടുകാർ നെയ്യാറ്റിൻകര കൊണ്ടുപോയപ്പോൾ കണ്ടുപിടിച്ച കാര്യം, സൂര്യൻ്റെ റേഡിയേഷൻ അടിച്ച് പരശുവയ്ക്കൽ ഒരു ചെറുപ്പക്കാരൻ രാജു. സന്തോഷമില്ലല്ലോ? കൈ ഉയർത്തിയായിട്ട് സ്വോത്രം. ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം. കണ്ടോ? സ്വോത്രം. അപ്പം എന്തോ ഇതാ വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ഇനി അനവധി രോഗമാണ് വരാൻ പോകുന്നത്. സ്വോത്രം. എന്താ അനവധി രോഗം? ഇത് ക്യാൻസർ, കൊബാൾട്ട് റേഡിയേഷനേക്കാളും വലിയ റേഡിയേഷൻ വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ സൂര്യന്റെ പ്രശ്നം എന്താ? പകൽ വാഴുന്ന സൂര്യൻ, ആ സൂര്യന്റെ നിലാവിളിച്ച് എവിടത്തേക്ക് വരും? ഭൂമിയിലേക്ക് വരും. പകൽ വാഴുവാൻ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ ഈ ചന്ദ്രന് പ്രകാശം ആര് കൊടുക്കുന്നതാ? സൂര്യന്റെ പ്രകാശം. ഒരിക്കൽ കൂടി കുഞ്ഞുങ്ങൾക്കറിയാം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മട്ട ത്രികോണം, ഇത് ത്രികോണത്തിന്റെ ആകൃതി, സെന്റർ സിറ്റുവേറ്റഡ് ദ സൺ, റേസ് കം ടു ദ എർത്ത്, പ്രകാശം താഴെ ഭൂമി, അത് ഡൈവേർട്ട് തെറിക്കും, ഗ്ലാസിനകത്ത് തെറിക്കുന്നത് പോലെ. അതാ ചന്ദ്രൻ. പകൽ വാഴുവാൻ വലിപ്പം വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യം മനസ്സിലാക്കണം. സൂര്യൻ്റെ ചില ഭാഗത്ത് നിന്ന് ഹീലിയം കെട്ടിക്കിടക്കുക. ആ ഹീലിയം കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് എന്തോ സംഭവിക്കുമെന്നറിയാമോ? അത് ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിനകത്ത് പിടുത്തം കിട്ടത്തില്ല. സൂര്യൻ്റെ ആകർഷണ വലയത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് നാം പാർക്കുന്ന ഭൂമി. ആ പിടുത്തം കിട്ടാതെ ഇരിക്കുമ്പോൾ അമരവിള ചെക്ക് പോസ്റ്റിനകത്ത് പാണ്ടിലോറി വന്ന് വീഴുമ്പോൾ പ്ലേറ്റ് എല്ലാം കൂടെ ഒരു കുടുക്കം കൊടുക്കും. ആ കുടുക്കത്തിൻ്റെ പേരാ ഭൂകമ്പം. കണ്ടില്ലേ? എവിടെ ബൈബിളിനകത്തുണ്ട് ഭൂകമ്പം വരുമോ? വായിക്കാം. യെശയ്യാ പ്രവചനം 24:19-20. മുഴുവൻ സയൻസിലേക്കായ യെശയ്യാ പ്രവചനം 24:19-20 വായിച്ചിട്ട് മക്കളെ. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിടെ കിടുങ്ങുന്നു. ഇതെല്ലാം പഠിച്ചോണം. ഭൂമി. അടുത്തത് ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, അടുത്തത്
ഇനി കോവിഡ് അല്ല, അവൻ കുലുങ്ങാൻ പോവുക, കാവൽ മാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. ഈ കാര്യം മിണ്ടുന്നില്ലല്ലോ, ആരും ഉപദേശമാര് പ്രസംഗിക്കത്തില്ല. എന്തുവാ കാര്യം? അതിന്റെ അകൃത്യം അതിന്റെ മേൽ ഭാരമായിരിക്കുന്നു. സ്വോത്രം. അത് വീഴും. അപ്പൊ പുതിയ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോണമെന്ന് ടിക്കറ്റ് ഇന്ന് റെഡി ആക്കിക്കോണം. സ്വോത്രം. ഇത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. അതാ നമ്മുടെ പ്രസംഗം. സ്വോത്രം. അതുകൊണ്ടാ പുതിയ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തോണം. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇത് വീഴും, എഴുന്നേൽക്കില്ല. എന്താ അകൃത്യം? എന്താ അകൃത്യം? ചേട്ടൻ അനിയനെ വെട്ടിക്കൊല്ലുന്നു. സന്തോഷമില്ലല്ലോ. ഈ കോവിഡിനകത്ത് 68,000 പേര് മരിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ മലപ്പുറത്തുകാരെ എന്തോ ചെയ്തത്? ഭാര്യയും കുഞ്ഞുങ്ങളെ ഓട്ടോ ഇട്ട് തട്ടിയിട്ട് അവൻ മണ്ണെണ്ണ ഒഴിച്ചു. സ്വോത്രം. ബാലരാമപുരത്ത് കണ്ടില്ലേ ചെറുപ്പക്കാരനെ ശരിയാക്കി? തിരുവനന്തപുരത്ത് ഞങ്ങൾ നടന്നു പോകുന്ന സിറ്റി ടവർ ഹോട്ടലിനകത്തിരുന്ന് ഒരു റിസപ്ഷനിസ്റ്റിന് എത്ര വെട്ട ഒരുത്തം വെട്ടി റെഡിയാവത്തില്ലേ? സ്വോത്രം. അത് മാത്രമല്ല, കടം കയറി കോവിഡ് കാലത്ത് കൊടുങ്ങല്ലൂരിൽ ഒരു മുസ്ലിം സഹോദരൻ ചെയ്തതെന്താ? ഭാര്യയും മക്കളെ എല്ലാം കൂടെ എന്ത് ചെയ്തു? വീട്ടിനകത്ത് AC ഇട്ടിട്ട് അതിനകത്ത് പ്രത്യേക വാതകം അടിച്ച് തീർത്ത് കളഞ്ഞു. തൊടുപുഴയിൽ എന്താ ചെയ്തത്? ഒരപ്പൻ, ഒരു മുസ്ലിം പിതാവ് തൻ്റെ മക്കളെ ബാത്റൂമിനകത്ത് കയറ്റിയിട്ടിട്ട് മൊത്തം തീയിട്ടു. വെള്ളം പോലും കൊടുത്തില്ല. അവിടെ കിടന്ന് വെന്ത് മരിച്ചു. കണ്ടില്ലേ? തീർന്നോ? സ്വോത്രം. ഈ ഭൂമി എന്നെ വെച്ചുകൊണ്ടിരിക്കൂ. വിവാഹമുണ്ടോ? കൊലപാതകം, ആത്മഹത്യ, മയക്കുമരുന്ന്, കഞ്ചാവ്, ഇതെല്ലാം ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയെ ഇനി ദൈവം വെച്ചുകൊണ്ടിരിക്കോ? ഞങ്ങളുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ ചിന്നമ്മ സിസ്റ്റർ ഇനി വെച്ചുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ഭൂമി വീഴും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിഷമിക്കണ്ട. മഴയൊന്നും പെയ്യത്തില്ല. ഇന്നാരും പാട്ടുപുസ്തകം എടുത്ത് വീശുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കൊരു കാറ്റ് ഇവിടുന്ന് അടിക്കുന്നതാണ്. കരുണയുള്ള ദൈവമേ, കരം ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നായി കൺവെൻഷൻ നടത്തുന്നത്. കൃഷിക്ക് മഴ ആവശ്യമാണ്, കിണറ്റിലെ വെള്ളത്തിന് ആവശ്യമാണ്. കർത്താവേ, 10 മണിക്ക് ശേഷം മഴ പെയ്തോട്ട്. കർത്താവേ, ഞങ്ങളുടെ യോഗത്തിനോട് കരുണ കാണിക്കണമേ. ധനുവച്ചപുരം കാണുന്നു, ഞങ്ങൾ ജീവിക്കുന്ന ഒരു യേശുവിനെ പ്രസംഗിക്കുക. കർത്താവെ, അങ്ങയുടെ ദിവ്യ കരം വെളിപ്പെടണമേ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ യോഗത്തിന് അങ്ങ് കരുതലും കാവലും തരണം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. വിഷമിക്കണ്ട, സീറ്റൊന്നും എഴുന്നേക്കണ്ട. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഭൂമി പടുപട പൊട്ടുന്നു, കിടുകിട കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അങ്ങനെയെങ്കിൽ ഹീലിയത്തിൻ്റെ ഈ ഭാഗം ഈ പ്ലേറ്റിന് കിട്ടാതെ വരുമ്പോൾ സംഭവിക്കുന്നത് ഭൂകമ്പം. ബൈബിളിനകത്തുണ്ടോ ഭൂകമ്പങ്ങൾ? അന്ത്യകാലത്ത് ഭൂകമ്പങ്ങൾ നടക്കും. അടുത്ത ഭാഗം വായിക്കാം. ലൂക്കോസ് 21:11. അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവാ. ലൂക്കോസ് 21:11 വായിച്ചാൽ ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും. ഇത് 3 ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുമല്ലോ. സന്തോഷമില്ലല്ലോ, കൈ ഉയരുന്നില്ലല്ലോ. അതില്ലേ ശ്രീലങ്ക ഞാൻ പറയും 481, 281 വളരെ താമസിയാതെ ഇവിടെ വരാൻ പോവോ? പ്രാർത്ഥിച്ചോണം. ഭൂകമ്പം. പിന്നെ മഹാവ്യാധി നാളെ പറയാം. ഇനി വരാൻ പോകുന്നത് ഭൂകമ്പം. എന്താ ഭൂകമ്പം? ഈ ലോക ചരിത്രത്തിൽ മുഴുവൻ ഭൂകമ്പം. 1970-ൽ 20 ഭൂകമ്പം, 1980-ൽ 40 ഭൂകമ്പം, 90-ന് ശേഷം ഭൂകമ്പങ്ങളുടെ പ്രകമ്പനമാണ്. അതിൻ്റെ ഒരു പ്രധാന വിഷയം മുല്ലപ്പെരിയാർ. എങ്ങനെ മുല്ലപ്പെരിയാർ? 1994 മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ ഏപ്രിൽ മാസത്തിൽ ഭൂമിയൊന്ന് കുലുങ്ങി. റിക്ടർ സ്കെയിലിൽ 6 മുതൽ 7 വരെ. ആ പ്രകമ്പന എവിടെ വന്നു? കേട്ടോണം, ബൈബിളും സയൻസുമല്ല. മഹാരാഷ്ട്ര കടന്നു, കർണാടക കടന്നു, ഗോവ കടന്നു, മംഗലാപുരം വഴി വയനാടെത്തി. വയനാട് നിന്ന് നേരെ കൊച്ചി കടൽ വന്നു. അവിടുന്ന് അടുത്ത റൂട്ട് എടുത്തു മൂവാറ്റുപുഴ, അടുത്തത് തൊടുപുഴ, അടുത്തത് വള്ളക്കടവ്, കാഞ്ചിയാർ, ഉപ്പതറ, ബേബിഡ. അന്ന് 1994 മുല്ലപ്പെരിയാർ കുലുങ്ങി തുടങ്ങിയത്. തിരുവിതാംകൂർ രാജകുടുംബം 125 വർഷത്തേക്ക് തമിഴ്നാട്ടിലെ കമ്പം തേനിക്ക് വെള്ളം കിട്ടാൻ വേണ്ടി കൊടുത്തത് മുല്ലപ്പെരിയാറിൻ്റെ കരാർ മണക്കെട്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സുർക്ക ഉണ്ടാക്കിയതാ. അപ്പം കർത്താവ് എത്ര വർഷം കൊടുത്തു? 94-ൽ ഇത് വിള്ളൽ വീണതാ മുല്ലപ്പെരിയാർ. അങ്ങനെയെങ്കിൽ 26 വർഷം കർത്താവ് സമയം കൊടുത്തു. സ്വോത്രം. ഇനി ദൈവത്തെ കുറ്റം പറയണോ? അപ്പോൾ പലരും വിചാരിക്കും മിക്കവാറും ഇത് തീരുവാന്ന്. അതല്ല ഇവിടുത്തെ വിഷയം. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്താ? 45 ലക്ഷം ജനം ഗുഡ് ബൈ. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, നെടുമ്പാശ്ശേരി എയർപോർട്ട് കടലിനകത്ത് കിടക്കും. തൃശ്ശൂരിൻ്റെ ഒരു ഭാഗം 45 ലക്ഷം ഗുഡ് ബൈ. ഇത് കണ്ട് തമിഴ്നാട്ട് പറയുന്നു എങ്ങനെയെങ്കിലും പൊട്ടിക്കിട്ടിയാൽ മതി. സ്വോത്രം. കേരളം 2ആയില്ലേ? തിരുവനന്തപുരം, കൊല്ലം അവരെടുത്തോളൂ. സ്വോത്രം. കന്യാകുമാരിയോട് ചേർന്നിരിക്കും. സ്വോത്രം. കോയമ്പത്തൂരുകാർ പാലക്കാട്, കോഴിക്കോടും എടുക്കും. അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു. പലർക്ക് സംശയം മുല്ലപ്പെരിയാർ പൊട്ടുമോ? 45 ലക്ഷം ജനങ്ങൾ ഗുഡ് ബൈ. എന്താ ഇടുക്കിയുടെ പ്രത്യേകത? നമുക്ക് പാറശാലയിലും കള്ളി
കളിക്കാവിളയിലും ഒക്കെ നല്ല ഡ്രസ്സും കാര്യമുണ്ട്. ഹൈ റേഞ്ചിൻ്റെ തോട്ടത്തിനകത്ത് എവിടെ വണ്ടിപ്പെരിയാറിലും മൂന്നാറിലും വാഗമണ്ണിലും രാജാക്കാടും രാജകുമാരി തൊട്ടിക്കാനും സേനാപതി ഇടുക്കിയുടെ മണ്ണിൽ ചങ്ക് കയറി ഏജിക്കാരും കൊണ്ടുപോയി, പാത്രക്കേ സഭയും കൊണ്ടുപോയി. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഞാൻ ഇടുക്കിയിൽ പ്രസംഗിച്ചത് ഈസ്റ്റ് കേരള മഹായിടവക CSI. അവിടുത്തെ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പള്ളിമുറ്റം കൺവെൻഷന് വേണ്ടി ഒരുങ്ങ് എല്ലാം തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. പീറ്റർ പാസ്റ്റർ നല്ല ഒരു ഉടുപ്പില്ല, പക്ഷേ ഒന്നുണ്ട്, അവർ പിരിവെടുത്ത് ജീപ്പിനകത്ത് വരും. തോട്ടത്തിലെ പണി കഴിഞ്ഞ് വരുമ്പോൾ കുടിക്കാനൊന്നുമില്ല. അച്ഛന്മാർ ചായ ഒരുക്കി വെച്ചിരിക്കും, ഓരോ വടയും. അവർ വന്നിട്ടൊരു പാട്ടൊക്കെ പാടാറുണ്ട്. നമ്മളിവിടെ എത്ര പാട്ട് പാടിയില്ല അപ്പ അമ്മ എന്ന് വിളിക്കത്തില്ല. അവിടെ പാട്ട് പാടുമ്പോൾ കൈ ഉയർത്തി ആ പഴയ ഡ്രസ്സിനകത്ത് അപ്പാ ഞങ്ങളോട് കരുണ കാണിക്കണമേ സ്വോത്രം. അതാ ഇന്നത്തെ ഇടുക്കി സ്വോത്രം. നമ്മളെത്ര സുന്ദരമായിട്ട് വീട്ടിനകത്തും കാറിനകത്തും ഇരിക്കുന്നു. ഞാൻ ഇടുക്കിയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, അകത്ത് കിടക്കുമ്പോൾ അപ്പച്ചനെ മെയിൻ ഹാളിലാണ് കിടത്തിയേക്കുന്നത്. ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കും, എന്തിനാ അപ്പച്ചൻ ഇവിടെ കിടക്കുന്നത്? പാസ്റ്ററെ, മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഓട്ടോ എണ്ണ അടിച്ചിട്ടുണ്ട്, അപ്പച്ചനെ അപ്പ വണ്ടി കയറ്റണമെന്ന്. സ്വസ്ഥതയില്ലെന്ന്. ഇന്ന് രാത്രി കിടക്കാൻ ഒരു വീട്, ചെലവാക്കാൻ അല്പ ചില്ലറ, പ്രകൃതി ദുരന്തമില്ലാതെ കാത്ത ദൈവത്തിന് നീ എന്ത് മഹത്വം കൊടുക്കുക സ്വോത്രം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ തമിഴ്നാട് മുതലമച്ചറും കേരളത്തിൻ്റെ മുതലമച്ചറും ഒക്കെ ഇങ്ങനെ പ്രശ്നത്തില്ല. പക്ഷേ മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇതിൻ്റെ ചരിത്രം ഒരുത്തർക്കും അറിയത്തില്ല, ഏഷ്യാനെറ്റിനും മാതൃഭൂമിക്കാരനും അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാനും മുല്ലപ്പെരിയാർ പൊട്ടുകയോ ഇല്ല പൊട്ടാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ നടക്കും. എന്താ കാര്യം പറയാം. സായം സന്ധ്യയിൽ 2 ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്താ പറഞ്ഞ 4 കാര്യം. ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം, പർവ്വതത്തിലേക്ക് ഓടണം, തിരിച്ചു പോകരുത്. ആരാ? ദൈവത്തിൻ്റെ ദൂതന്മാർ. എന്താ? സോദോമിനകത്ത് തീ ഇറങ്ങുന്നതിന് മുമ്പ് ലോത്തിനെയും കുടുംബത്തെ സോവേറിൻ്റെ മണ്ണിൽ കൊണ്ടെത്തിച്ചതിന് ശേഷമാ സ്വർഗത്തിലെ ദൈവം ആകാശത്തിൽ നിന്ന് സ്റ്റാറ്റോസ്ഫിയറിൽ നിന്ന് തീ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപുരത്തോട് ഞാൻ പറഞ്ഞു, മുല്ലപ്പെരിയാർ പൊട്ടുകയോ പൊട്ടാതിരിക്കുകയോ 45 ലക്ഷം ജനത്തെ കടലിനകത്ത് കൊല്ലുന്നവനല്ല ഞങ്ങളുടെ ദൈവം. ഞങ്ങളുടെ ദൈവം കരുണാമയനായ ദൈവം, ഞങ്ങളുടെ ദൈവം നിത്യദൈവം, ഞങ്ങളുടെ ദൈവം ദയാലുവായ ദൈവം, ഞങ്ങളുടെ ദൈവം കൃപയുടെ ദൈവം. ഇന്ന് രാത്രി മീഡിയയിൽ ഓൺലൈൻ കാണുന്ന ഏതൊക്കെ പുള്ളികളുണ്ടെങ്കിലും ഇന്ന് രാത്രി ഞങ്ങൾ ചങ്കൂറ്റത്തോടെ പറയുക, മുല്ലപ്പെരിയാർ ഇവിടെ പൊട്ടുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ ഒരു പൊട്ടൽ കേൾക്കാം. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഞങ്ങളുടെ നാഥൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്ക് ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ധനുവച്ചപുരമേ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. രക്ഷയുടെ ടിക്കറ്റുകൾ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്യുക. ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ധനുവച്ചപുരം മടങ്ങി വരട്ടെ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകും, ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴും. എവിടെ വീഴും? ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാം. ശ്രദ്ധയോടെ ഇരിക്കണമേ. റഷ്യയ്ക്ക് മീതെ പൊട്ടിച്ചിതറിയ ഉൽക്ക. ശ്രദ്ധയോടെ ഇരിക്കണം. റഷ്യയ്ക്കും ഇതേ പൊട്ടിച്ചിതറിയ ഉൽക്ക. ആകാശത്തിനകത്ത് ഉൽക്കയുണ്ടോ? പറയാം. റഷ്യയ്ക്കും ഇതേ പൊട്ടിച്ചിതറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിൻ്റെ 30 ഇരട്ടി ശക്തി. 4 സെൻറ്റിമീറ്റർ മുതൽ ഏകദേശം 750 കിലോമീറ്റർ വരെയുള്ള ഉൽക്ക ആകാശത്തിനകത്ത്. തീർന്നില്ല. വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക. അതാ വെളിപ്പാട് 6, 12, 13. സഭയെടുക്കപ്പെട്ടാൽ ഒരിക്കൽ കൂടി വചനം കൃത്യം പഠിച്ചോണം. നമുക്ക് 3 ദിവസമേ ഉള്ളൂ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സിക്കകത്ത് നക്ഷത്രങ്ങൾ. അപ്പുറത്ത് വേറൊരു ഗാലക്സി ഉണ്ട്, അതിൻ്റെ പേരാ സോംബൂറ. അതിനകത്തായി ഉൽക്കകൾ കിടക്കുന്നത്. അതുകൊണ്ട് ആകാശത്ത് തീഗോളം കണ്ടെന്ന് പറഞ്ഞ് വാർത്ത കണ്ട എത്ര പേരുണ്ടത്? കൈ ഉയർത്തിയിട്ട്. അത് നക്ഷത്രമല്ല, തീഗോളം. അതിൻ്റെ പേരാ ഉൽക്ക. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതെല്ലാം താഴോട്ട് വരുമെന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. പണ്ടൊരു സ്കൈലാബ് വന്നപ്പോൾ നമ്മുടെ ധനുവച്ചപുരം, നെടിയാങ്കോട്, തോലടി, നമ്മുടെ നെയ്യാറ്റിൻകരയിലെ എല്ലാവരും അമരവിളക്കാർ എവിടെ കയറി? കട്ടിലിൻ്റെ കീഴി കയറിയില്ലേ അമ്മാമ്മ ചാക്കുവായിട്ട്? സ്വോത്രം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അവൻ്റെ ചേട്ടന്മാർ കിടക്കുക, അവറാച്ചാനും തോമാച്ചാനും ഒക്കെ വീടാൻ പോവുകയെന്ന്. സ്വോത്രം. മൈഡിയർ കുട്ടിച്ചാത്തല്ല, ആലിപ്പടമല്ല, ആകാശത്തുനിന്ന് വീഴുമെന്ന്. സംശയമുണ്ടോ? എവിടൊക്കെ വീണെന്ന് പറഞ്ഞു തരാം. ഇപ്പം സ്റ്റാർട്ടിങ് വെടിക്കെട്ട് തുടങ്ങി. എവിടൊക്കെ വീണെന്നറിയാമോ? പുറകേ വാക്യം വായിക്കും. 6, 14, 15 എടുത്ത് വെക്കണം. ഈ കോവിഡിന് തൊട്ട് മുമ്പ് ഒരു സ്ഥലത്ത് വീണു.
കവളപ്പാറ പുത്തുമല. കൈ ഉയർത്തിയാട്ട്. നിലമ്പൂരിനടുത്ത് കവളപ്പാറ പുത്തുമല. അയ്യോ, ഇത് ഭൂകമ്പമല്ല, ആകാശത്ത് നിന്ന് ഉൽക്ക വീണ മല അങ്ങ് കീറിപ്പോയതാ കവളപ്പാറ. രണ്ടാമത്തെ മല വീണു. എവിടെ വീണെന്നറിയാമോ? ഇടുക്കി പെട്ടിമുടി ദുരന്തം. ഒരു 55 വീടും അവരും പോയി. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഇപ്പോൾ കോവിഡ് കാലത്ത് അടുത്ത സ്ഥലത്ത് മുണ്ടക്കയം കൂട്ടിക്കൽ കഴിഞ്ഞ 2021. കൈയൊന്ന് ഉയർത്തിയാട്ട് മക്കളെ, വിഷമിക്കണ്ട. പത്രത്തിൽ ഇത് കണ്ടില്ല. ഇനി ബൈബിള് ശരിയാണോ എന്ന് പറയണം. സ്വോത്രം. വായിക്കാം മാമേ. വെളിപ്പാട് 6, 14, 15 വാക്യങ്ങൾ. വെളിപ്പാട് 6, 14, 15. ഈ നക്ഷത്രമൊക്കെ വീഴുവോ? എവിടെ മലയും കുന്നും ഒക്കെ പോകുന്നു. വായിച്ചാട്ടെ, വായിക്കാം. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ, ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. കിടക്കുന്നത്. ഒരു മിനിറ്റ് അമ്മാമ്മ, സ്പീഡിൽ പോണ്ട. പണ്ടൊരു പാട്ടില്ലായിരുന്നു ഞങ്ങളൊക്കെ അമരവിളെ പാടുന്നത്? ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിന്റെ വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം. അതെല്ലാം പോയില്ലേ? ഇടയ്ക്ക് പഴയ പുതിയ പാട്ടുകൾ വന്നില്ലേ? ചട്ടി മാറും, കൊട്ട മാറും, കലം മാറും. സ്വോത്രം. മടങ്ങി വാ, ദൈവസഭ മടങ്ങി വാ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ കർത്താവ് ഈ വൈറസിനെ എങ്ങനെയൊക്കെയോ തട്ടിവിട്ടത്. സ്വോത്രം. നമുക്കൊരു ഉണർവ് വേണ്ട. സ്വോത്രം. ജനം താഴണം. ആദ്യം ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ താഴണം. സന്തോഷമില്ലല്ലോ? ദൈവജനവും താഴണം. നമുക്കൊരു ടൈമും കൂടെ കർത്താവ് തന്നിരിക്കുക. ഒരു പീരീഡ്, ഗ്രേസ് പീരീഡാ. ഇതിൽ നാം മാനസാന്തരപ്പെട്ടോണം. ആകാശത്തിന്റെ ശക്തികൾ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. സകല പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അടുത്തത് എല്ലാ മലയും ദൈവം സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അമ്മാമ്മ എവരോട് ആ വാക്യം കേൾക്കട്ടെ. ഇപ്പൊ ശരിയാണോ? കവളപ്പാറ, പുത്തുമല, പെട്ടിമുടി, മുണ്ടക്കയം, കൂട്ടിക്കൽ. ശരിയായോ? സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങിയില്ലേ? വേറൊരു ദ്വീപുണ്ടായിരുന്നു, ആൻഡമാൻ നിക്കോബാർ. കേട്ടൊരു വല്ലവരും ഉണ്ടോ? ആ സുനാമി വന്നപ്പോൾ 2 അടി അവനും താന്നു. സ്വോത്രം. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോയി. അടുത്ത വാക്ക് ഭൂമിയിലെ രാജാക്കന്മാരും. സഖാവ് പിണറായി. അടുത്തത് മഹത്തുക്കളും. പിന്നെ MLA-മാര്. അടുത്തത് സഹസ്രാധിപന്മാരും, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ധനവാന്മാരും ബലവാന്മാരും എല്ലാവരും കസേരയിൽ എഴുന്നേക്കാൻ പോവാ പീറ്റർ പാസ്റ്റർ. അടുത്തത് സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് പാറകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ. മതി. സ്വോത്രം. ഈ പ്രകൃതി ദുരന്തം, കോവിഡിന് വാക്സിൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പാറയെല്ലാം കൂടെ വീണ എന്തോ. സ്വോത്രം. ഭരണാധികാരികൾ അവരൊന്നും ആത്മഹത്യ ചെയ്യത്തില്ല. രാഷ്ട്രീയക്കാർക്കറിയാം ആത്മഹത്യ ചെയ്യാൻ. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും എന്തിനാ തീർന്നതെന്ന്. സ്വോത്രം. അപ്പൊ കർത്താവിനോട് പറയും എനിക്ക് അറ്റാക്ക് വന്ന് തീർന്നതാക്ക് ശിക്ഷ കടുപ്പിക്കരുതെന്ന്. സ്വോത്രം. അതുകൊണ്ട് അവരെന്തോ ചെയ്യും? പെരുങ്കടവിളയും ആലത്തൂരും ഒക്കെ ചെന്ന് പാറയുടെ കീടി ഇരുന്നിട്ട് പ്രാർത്ഥിക്കുമെന്ന് വീണ് കിട്ടിയാ മതിയെന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ? അതുകൊണ്ട് ആരൊക്കെ ഭരണാധികാരികൾ, പ്രമുഖർ, ഇവിടെ ഒരു ചുഴലിക്കാറ്റടിച്ചു. ഒരു രാഷ്ട്രീയത്തിന് ഞാൻ എതിരല്ല, എല്ലാവരെയും ബഹുമാനിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ഈ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്നെത്തി. ജനമിളകിയത് കണ്ടില്ലേ? സ്വോത്രം. ADGP മനോജ് എബ്രഹാം ഉണ്ടായോണ്ട് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു. സകല പത്രത്തിലും വാർത്ത. സ്വോത്രം. കണ്ടില്ലേ? ജനമിളകി. അത് കഴിഞ്ഞ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ടില്ലേ? അന്ന് വടക്കമ്പറവ് ഒരു സ്കൂളിന്റെ മേളിൽ ഇരുന്ന് നിലവിളിക്കുക, ഹെലികോപ്റ്റർ അയക്കാൻ. സ്വോത്രം. പെരുവെള്ളം ഇവിടെ വന്നപ്പോൾ. സ്വോത്രം. റാന്നി MLA രാജു എബ്രഹാം നിലവിളിക്കുക, സാർ ശംഖുമുഖത്ത് നിന്ന് കുറെ വള്ളവും കാണും അയക്കില്ല, റാന്നി മുങ്ങട്ടെ എന്ന്. സ്വോത്രം. റാന്നിയിൽ നിങ്ങളെപ്പോലുള്ള ചെറു കുറ്റികളുണ്ടായിരുന്നു. സ്വോത്രം. 100 രാത്രി ഞാൻ അവിടെ പ്രസംഗിച്ചതാ. ഞങ്ങൾ വെള്ളം കുടിക്കാതെ 2 മണിക്കൂർ നിന്നാലും അച്ചായനും അമ്മാമ്മ പറയും ഇതിലും എത്രയോ വലിയത് ഞങ്ങൾ കേട്ടേന്ന്. കൈ ഉയർത്തത്തില്ല പീറ്റർ പാസ്റ്റർ. അവസാനം ദൈവം വിചാരിച്ചു അവരെ കൈ ഉയർത്തണമെന്ന്. എന്തിനാ? വോട്ടിന് വേണ്ടി. പ്രൈസലോട് പറയാനല്ല. സ്വോത്രം. എല്ലാവൻ്റെയും കൈ ഉയർന്നു. സ്വോത്രം. ഇപ്പം നിങ്ങൾ മര്യാദയ്ക്ക് കൈ ഉയർത്തിക്കോ ഇല്ലേ? അവസാനം ഈ തിരുവനന്തപുരം ജില്ലയെ കർത്താവ് സ്നേഹിച്ചത് കൊണ്ടാണ്. സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ? ഈ ഓക്കി ഈ പ്രളയം ഇതെല്ലാം വന്നിട്ട് നമ്മുടെ നെയ്യാറ്റിൻകര, വെള്ളറ, കാട്ടാക്കടയോ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? സന്തോഷം ഇല്ലല്ലോ? എന്താ? ഇന്ത്യയിലെ ഏറ്റവും നല്ല ഉണർവ് നടക്കുന്ന, ഏറ്റവും നല്ല ഭക്തന്മാരായി പ്രാർത്ഥിക്കുന്ന, രാവും പകലും ഇടിവിൽ നിൽക്കുന്ന ഒരു ഭക്തൻ ഒരു ദേശത്തുണ്ടെങ്കിൽ, അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കണം. ഞാൻ സോതോമിനകത്ത് പോകുക, മുട്ടുമടക്കുന്ന ഒരു പട്ടണത്തിനകത്തുണ്ടെങ്കിൽ അവനെ തകർക്കത്തില്ല. ഞാൻ കേരളത്തിലും ഇന്ത്യയിലും എവിടെല്ലാം പോയി പ്രസംഗിച്ചതാ. ഇന്ന് രാത്രി ഞാൻ പറയാം, കന്യാകുമാരി ജില്ല തൊട്ട് തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങ വരെ ഇറങ്ങിയാൽ എല്ലായിടത്തും ഒരു പോസ്റ്റ് കാണും, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട്
ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പരസ്യമായിട്ട് ഇവിടെ നിന്ന് പറയുക, ധനുവച്ചപുരത്ത്, നെടിയാങ്കോടും ഇവിടെ എല്ലാം പ്രസംഗിച്ചു ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരന്ത്യകാലത്തിൻ്റെ ഉണർവ്, വടക്ക് നിന്ന് ജാതികളെയും മതത്തെയും വചനത്തെയും തകർക്കുക ഒരു ശക്തി എഴുന്നേൽക്കുമ്പോൾ അതിനെ വെട്ടിമാറ്റുവാൻ തെക്ക് നിന്ന് കന്യാകുമാരിയുടെ മണ്ണിൽ നിന്ന് പാറശാല, നെയ്യാറ്റിൻകര വഴി ഒരു ഉണർവ് ഇന്ത്യയുടെ പട്ടണങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ പോകുന്നു. എത്ര പേർക്ക് ഈ അഭിഷേകത്തിനകത്ത് എഴുന്നേൽക്കുവാൻ കഴിയും? വടക്ക് നിന്ന് ശത്രു എഴുന്നേൽക്കുമ്പോൾ തെക്ക് നിന്നൊരു അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി രഗത ബൗഡ കന്യാകുമാരി വിടുവിച്ചു കൊണ്ടിരിക്കുക. മാർത്താണ്ഡത്ത് യോഗങ്ങൾ നടക്കുക, നാഗർകോവിൽ നടക്കുക, പാറശാല ഒരു ഉണർവ് നടക്കുക, നെയ്യാറ്റിൻകരയും വെള്ളറടയും ആയിരങ്ങൾ യേശുവിനെ പ്രസംഗിക്കുക. ഇതിന്റെ നടുവിൽ നിന്ന് ഒരു അന്ത്യകാലത്തിന്റെ ഉണർവ് ഈ തലമുറയിൽ ഇവിടെ പൊട്ടിപ്പുടപ്പെടാൻ അതിന്റെ ഭാഗവാക്കുകളാകുക. ഇന്ന് രാത്രി ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് വേർതിരിക്കട്ടെ. ഇന്ന് രാത്രി പറയാ, പിന്മഴയുടെ കാലത്തെ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണറിനെ അയക്കും. സ്വോത്രം. നമുക്കൊരു പ്രത്യേകതയുണ്ട്. 800 സ്ഥലങ്ങളിലൊക്കെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പ്രളയവും വന്നിട്ട് ഈ വചനം ഉയർത്തുന്നത് കൊണ്ട് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. റാന്നിയിലെ MLA നിലവിളിച്ചു, തീർന്നില്ല, സകലരും നിലവിളിച്ചു. ശ്രീ അമിത്ഷാ എവിടെ വന്നത്? മംഗലാപുരത്ത് വന്ന് പ്രളയം കണ്ട് ഹെലികോപ്റ്റർ ഇറങ്ങാൻ കിട്ടിയില്ല. ഇന്ന് രാത്രി ഭൂമിയിലെ ധനവാന്മാരും സമ്പത്തുക്കളും മഹത്തുക്കളും ബലവാന്മാരും ദാസന്മാരും പാറകളിലും മലകളിലും പോയി ഞങ്ങളുടെ മേൽ വീടുവിൻ, കുഞ്ഞാടിൻ്റെ കോപ ദിവസം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി, ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയെ ഇളക്ക്, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്ക്, ഇനി ഞാൻ കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് കടലിനെ ഇളക്ക്. സകല ജാതികളെ കോവിഡിനകത്ത് ഇളക്കിയെങ്കിൽ അമേരിക്കയുടെ ഓഹിയോ മുതൽ കന്യാകുമാരി തേങ്ങാപട്ടണം വരെ ഈ വൈറസ് വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി അപ്പച്ച, മാതാവേ, പിതാവ്, ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ, സകല ജാതികളുടെ മനോഹര വസ്തു വരാറായി. ആരാ സകല ജാതികളുടെ മനോഹര വസ്തു? കൺവെൻഷന്റെ ആദ്യ രാത്രി യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, മർത്തോമയുടെ ദൈവമല്ല, ഹൈന്ദവരുടെ ദൈവമല്ല, ഇസ്ലാമിന്റെ ദൈവമല്ല. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണമെങ്കിൽ രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ലെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇന്ന് രാത്രി ദൈവമക്കളാകുവാ സ്വർഗത്തിലെ ദൈവം അധികാരം കൊടുത്തു. ആദ്യ രാത്രി തന്നെ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി വിളിച്ചു പറ, യേശു എൻ്റെ ഏക രക്ഷകനെന്ന്. ധനുവച്ചപുരത്ത് ആരെങ്കിലും ഇന്ന് രാത്രി ഇൻവൈറ്റ് ചെയ്യാമെങ്കിൽ കാനാവിലെ കല്യാണ വീട്ടിൽ നടന്ന ഒരു അത്ഭുതം നിന്റെ ഭവനത്തിനകത്ത് നടത്തുക. ഇന്ന് രാത്രി സർവശക്തന്റെ കരം കൂടെയുണ്ട്. കാനാവിലെ കല്യാണ വീടിന്റെ പ്രത്യേകത, 1, അവരെ ഇൻവൈറ്റ് ചെയ്തു, 2, ആ പ്രശ്നം യേശുവിന്റെ കയ്യിൽ കൊടുത്തു, 3, ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് ഏത് പ്രശ്നമുണ്ടെങ്കിലും യേശുവിന്റെ കയ്യിൽ കൊടുക്കാമെങ്കിൽ ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് വാഴ്ത്തി നുറുക്കി മറുപടി തന്ന് നിന്റെ പുരയ്ക്കകത്ത് നിറച്ചുകൊണ്ട് ഒരു നിറവ് തരുവാ. ഇന്ന് രാത്രി കാനാവിലെ കല്യാണ വീട്ടിൽ വന്ന് എൻ്റെ നാഥ് ധനുവച്ചപുരം ഏജിയുടെ കൺവെൻഷൻ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഗുരു വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സൂര്യൻ ഉറങ്ങാൻ പോകുന്ന 4 വാക്യങ്ങൾ കൂടി കഴിയുമ്പോൾ അവസാനിപ്പിക്കും. ഇസ്രയേലിലേക്ക് എന്താ സൂര്യൻ? സൂര്യനകത്ത് കാത്തുന്ന ഹൈഡ്രജൻ ഇന്നത്തെ നില മോശമായി കഴിഞ്ഞു. ഏറ്റവും നിർണായകമായ രീതിയിൽ സൂര്യനകത്ത് കളങ്കങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ സൂര്യൻ ഉറങ്ങിയാൽ ഭൂമിക്ക് വെട്ടം കിട്ടത്തില്ല. അത് കഴിഞ്ഞ് ചന്ദ്രനിലുണ്ടാകുന്ന പ്രതിഭാസം ബ്ലഡ് മൂൺ പറഞ്ഞു തരാം. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി സൂര്യൻ്റെ പ്രകാശം കിട്ടത്തില്ല, അപ്പോൾ ഭൂമിയും വെട്ടത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പ്രവചനങ്ങൾ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും. അങ്ങനെയെങ്കിൽ ഈ ചന്ദ്രൻ ഇനി ഇതിലേക്കാണ് നമ്മുടെ കടക്കുന്നത്. അതുകൊണ്ടാണ് ദൈവാലയത്തിൽ തുടങ്ങി ബാക്കി നാളെ ഞാൻ പറയും. അങ്ങനെയെങ്കിൽ ഈ ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു ഇസ്രായേൽ
ഒരിക്കൽ കൂടി 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി. അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീണു. ആകാശം പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ മാറുമ്പോയി. സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി. സെൻട്രൽ സിറ്റുവേറ്റഡ് ദ സൺ റൈസ് കം ടു ദ എർത്ത് ഡൈവേർട്ടഡ് ടു ദ മൂൺ. സൂര്യൻ പ്രകാശിക്കത്തില്ല, ഭൂമിയിൽ ഇരുട്ട്. അപ്പോൾ ചന്ദ്രൻ ഉണ്ടാകുന്ന പ്രതിഭാസമായ രക്തചന്ദ്രൻ. മടങ്ങി വരാം. ഇസ്രയേലും രക്തചന്ദ്രനും. 1-ാമത്തെ രക്തചന്ദ്രൻ. വേഗത്തിൽ ഞാൻ മടങ്ങി വരും. 1548 ഏപ്രിൽ മാസം 14-ാം തീയതി. നോട്ട് ചെയ്യുന്നവർക്കറിയാം 1-ാമത്തെ രക്തചന്ദ്രൻ. അന്ന് യഹൂദൻ എവിടെ? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ നമ്മുടെ നാഥൻ പരമയാഗമാകുന്നതിന് മുമ്പ് 3 തലങ്ങളിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണം. ഗതസമനയിൽ ചുംബനത്തിന്റെ മുദ്ര, കബതയിൽ അവൻ തകർക്കപ്പെടുന്നു. ഗോൽഗോത്ത പരമയാഗത്തിന്റെ മുദ്ര. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. സംഭവിച്ചില്ലേ? ചിതറി AD 70 മുതൽ ചിതറക്കമായി ലോകത്തിന്റെ 5 വൻകരകളിൽ, ആഫ്രിക്കയിലെ നൈജീരിയ മുതൽ കൊച്ചി മട്ടാഞ്ചേരി വരെ മൊട്ടക്കച്ചവടം ചെയ്യുന്ന യഹൂദനായി അവർ മാറി. അവർക്ക് വീടില്ല, കൂടില്ല, ആരാധനാലയമില്ല. 1548 ഏപ്രിൽ മാസം 14-ാം തീയതി ഒരു സംഭവം നടന്നു. ആകാശത്തിൽ രക്തചന്ദ്രൻ. കോവിഡിനോടനുബന്ധിച്ച് ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഞാൻ കറങ്ങി വരുന്നത്. ആകാശത്തിൽ രക്തചന്ദ്രൻ. അങ്ങനെയെങ്കിൽ ആ രക്തചന്ദ്രൻ കണ്ടപ്പോൾ അന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, കടലിന്റെ ശാസ്ത്രം പഠിക്കുന്ന. അവന്റെ പേര് ക്രിസ്റ്റഫർ കൊളംബസ്. സ്പെയിനിലെ ചക്രവർത്തിയുടെ പേര് ഫെർഡിനൻഡ്, രാജ്ഞിയുടെ പേര് ഇസബെല്ല. ഒരു സന്ധ്യയെങ്കിൽ രക്തചന്ദ്രനെ കണ്ട് പെസഹാ വ്യാഴം ഏപ്രിൽ 14 അവർ അവിടെ ചെന്നപ്പോൾ ഈ ഫെർഡിനൻഡ് രാജാവിനോട് ഭാര്യയോട് അവൻ പറഞ്ഞു, സാറേ കയ്യിൽ പൈസ ഇല്ല, ഒരു വള്ളം മേടിക്കുവാൻ കാശ് തന്നാൽ വടക്കോട്ട് പോയാൽ ഗലീലിയുടെയും കോപ്പർനിക്കസിന്റെ ശാസ്ത്രപ്രകാരം എനിക്കൊരു ദ്വീപ് കണ്ടുപിടിക്കാൻ കഴിയും. അദ്ദേഹവും ഭാര്യയും പറഞ്ഞു, നിനക്ക് തലയ്ക്ക് വട്ട, പോകാൻ പറഞ്ഞു. സ്വോത്രം. അവൻ ഈ കൊട്ടാരത്തിൽ നിന്നിറങ്ങി പോകുന്ന വഴി ധനുവച്ചവർ അസംബ്ലീസ് ഓഫ് ഗോഡ് പോലെ ഒരു ചർച്ച്, അത് യഹൂദന്റെ സിനഗോഗ്. താടി വെച്ച യഹൂദന്മാർ റബ്ബിമാർ അവനെ കണ്ടു. മോനെ നീ എന്തിനാ കരഞ്ഞു വരുന്നത്? അപ്പം പറഞ്ഞ്, റബ്ബിമാരെ കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അഥവാ ബ്ലഡ് മൂണിനോടനുബന്ധിച്ച് വടക്കോട്ട് പോയാൽ ദ്വീപ് കിട്ടും. അവർ പറഞ്ഞ്, ശരിയാ, നമുക്കൊരു പുറപ്പാടുണ്ട്. സ്വോത്ര കാഴ്ച പാത്രം കൺവെൻഷന് തട്ടുന്നുള്ള കൊടുത്തു. അന്ന് ഈ ചെറുപ്പക്കാരൻ ഒരു വള്ളം മേടിച്ചു. പോയ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ പേര് അമേരിക്ക. 1-ാമത്തെ രക്തചന്ദ്രഗണം. അലയുന്ന യഹൂദന് വേണ്ടി സ്വർഗത്തിലെ ദൈവം കാൽ ചവിട്ടുവാൻ കൊടുത്തു. അമേരിക്ക കണ്ടുപിടിച്ചതാര്? ക്രിസ്റ്റഫർ കൊളംബസ്. സ്വോത്രം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ 1-ാമത്തെ രക്തചന്ദ്രൻ തീർന്നില്ല. 2-ാമത്തെ രക്തചന്ദ്രൻ. എന്താ 2-ാമത്തെ രക്തചന്ദ്രൻ? 1898 നമ്മുടെ പ്രിയപ്പെട്ട ഈ പുള്ളിക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു തിയോഡർ ഹെർസൺ. ആ കാലത്ത് സിയോൺ സംഘത്തെ രൂപീകരിക്കുമ്പോൾ 2-ാമത്തെ രക്തചന്ദ്രൻ വന്നു. 1948 മെയ് 14-ാം തീയതി പെസഹാ വ്യാഴം. അന്നൊരു സംഭവം ഉണ്ടായിരുന്നു, 2-ാം ലോക മഹായുദ്ധം. ഈ 2-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ 1-ാമത്തെ ലോക മഹായുദ്ധം മാറി 2 പ്രമുഖ ശക്തികളാണ് ഉണ്ടായിരുന്നു. 1-ാമത്തെ ശക്തി അമേരിക്ക, 2 ജപ്പാൻ, ഹിരോഷിമ, നാഗസാക്കി. അതിനകത്ത് ജപ്പാന്റെ 2 പട്ടണങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും വിമാനങ്ങൾ അയച്ച് 1,50,000 പേരെ ഒരു യഹൂദൻ കൊന്നു. അവൻ്റെ പേര് ടിക്കോ ഫെർമി. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. അവൻ ചോദിച്ചു, മിസ്റ്റർ ടിക്കോ ഫെർമി, താങ്കൾക്ക് എന്തു വേണം? ഞങ്ങളുടെ പിതാക്കന്മാർ ശത്രുക്കളോട് ചേർന്ന് യേശു ക്രിസ്തുവിനെതിരെ മറുതലിച്ചു. ഞങ്ങൾ ലോകത്തിൻ്റെ 5 വൻകരകളിൽ വീണുപോയി. ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ ഒരു സ്ഥലം വേണം. 2-ാമത്തെ രക്തചന്ദ്രഗ്രഹണത്തിനകത്ത് ഒരു സംഭവം നടന്നൊരു പ്രവചനത്തിന്റെ നിവൃത്തി. വായിക്കാം. എസെക്കിയേൽ 37:5-6. മുഴുവൻ പ്രവചനം എസെക്കിയേൽ 37:5-6. വായിച്ചിട്ട് കുഞ്ഞ്. എസെക്കിയേൽ യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് ഇസ്രായേലിനോട്. അടുത്തത് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഇസ്രായേലിനെ മടക്കി വരുത്തും. ഇത് പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭ. അതിനകത്ത് നല്ല കാഴ്ചപ്പാടുള്ള അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ 1945 2-ാം ലോക മഹായുദ്ധം നടക്കുക. 2-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ജപ്പാൻ മുന്നേറുക. തിരുവല്ല വാരിക്കാട് അവിടെ IPCയുടെ ഒരു കൺവെൻഷൻ നടക്കുക. സ്ഥാപക നേതാക്കളിലൊരായ പാസ്റ്റർ KE എബ്രഹാം അന്നത്തെ മനോരമ എടുത്തു വെച്ചിട്ട് പ്രസംഗിക്കുക. മനോരമക്കാരൻ എഴുതിയത് തെറ്റാ, അമേരിക്ക ജയിക്കും. സ്വോത്രം.
അന്ന് അദ്ദേഹം എടുത്ത ഈ വാക്യമായി എസക്കേൽ പ്രവാചകൻ ദർശനത്തിൽ എന്തോ ചെയ്തു. എസക്കേൽ 36, 37, 38, 39 അന്തിമ യുദ്ധം, സോർ പർവ്വതം, സിയോൻ പർവ്വതം. യെഹെസ്കേൽ 36, 24 നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് ഞാൻ മടക്കിക്കൊണ്ടുവരും. 37 താഴ്വരയിൽ ലോകത്തിന്റെ 5 വൻകരകളിൽ ചിതറിക്കിടക്കുന്ന യഹൂദനെ കണ്ടുകൊണ്ട് യെസക്കേലിനോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഒരു കാറ്റ് ഇതിന്റെ മേൽ അടിക്കും, ഇവർ എഴുന്നേൽക്കും, ഇവർ മടങ്ങി വരും. അന്ന് ഇന്നത്ര വചനപരിജ്ഞാനോ സയൻസ് അറിയാത്ത അപ്പച്ചൻ തിരുവല്ല വാരിക്കാട്ട് പറഞ്ഞു, ഈ യുദ്ധത്തിനകത്ത് അമേരിക്ക ജയിക്കും, ഇസ്രയേൽ രാഷ്ട്രം മടങ്ങി വരും. സ്വോത്ര പിറ്റേന്ന് രാവിലെ വണ്ടികൾ പിടിച്ചുകൊണ്ട് കുമ്പനാട്ട് IPCയുടെ ക്വാർട്ടേഴ്സിൽ ചെന്നിട്ട് അപ്പച്ചനോട് ആൾക്കാർ പറഞ്ഞു, അപ്പച്ചൻ എന്ത് വിട്ടിത്തരാ പറഞ്ഞ് എല്ലാ ദിവസവും പേപ്പറിനകത്ത് വരുന്ന ജപ്പാൻ മുന്നേറുന്ന. അപ്പച്ചൻ പറഞ്ഞു, ജപ്പാൻ മുന്നേറിയോ മുന്നേറാതിരിക്കോ, എൻ്റെ കയ്യിൽ ഒരു ദൈവത്തിൻ്റെ വചനമുണ്ട്. അന്ന് വരെ ഇന്ന് വരെ വഴി നടത്തിയ ഈ വചനത്തിന് മാറ്റമില്ല. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ പല്ലിയും ചെരുപ്പിൻ്റെ വാറും പാമ്പിൻ്റെ തോലും തിന്ന് ജീവിച്ച യഹൂദൻ എവിടെ? രണ്ടാമത്തെ രക്തചന്ദ്രഗ്രഹണത്തിനകത്ത് അവന് കാൽ ചവിട്ടുവാൻ ഏത് കിട്ടി? ഇസ്രയേൽ എന്ന രാഷ്ട്രം കിട്ടി. 1948 ഏപ്രിൽ മാസം 14 പെസഹ വ്യാഴം, 1948 മെയ് മാസം 14 ഡേവിഡ് ബെൻഗൂറിയോ 6 കാലുള്ള വെള്ളപ്പതാക ഉയർത്തിക്കൊണ്ട് ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. ഇന്ന് രാത്രി വചനം ക്ലിയർ ആയിരിക്കണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. തീർന്നില്ല. മൂന്നാമത്തെ രക്തചന്ദ്രൻ 1967 ഏപ്രിൽ 14 അന്നൊരു സംഭവം ഇവിടെ നടക്കുക. പെസഹ വ്യാഴം 6 അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെ തകർക്കുവാൻ പദ്ധതി വെച്ചു. ഏതൊക്കെ അറബ് രാഷ്ട്രങ്ങളാ? സൗദി അറേബ്യ, സിറിയ, ഈജിപ്റ്റ്, ലെബനോൻ. ഇവരെല്ലാം പറഞ്ഞു ഇസ്രയേലിനെ തകർക്കുവാൻ പദ്ധതി വെച്ചു. ബൈബിളിൽ ഉണ്ടോ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും? പ്രവചനത്തിന്റെ നിവൃത്തിയായി സങ്കീർത്തനം രേഖപ്പെടുത്തി. വായിക്കാം സങ്കീർത്തനം 83:5. എല്ലാവരും വചനം പഠിച്ചുകൊണ്ട് ഇറങ്ങാവൂ. ഈ വരുവീൻ ഇസ്രായേൽ, വരുവീൻ ഇസ്രായേൽ. വായിച്ചാട്ട് മക്കളെ, വരുവീൻ ഇസ്രായേൽ. വായിക്കാം. സങ്കീർത്തനം 83:5 വരുവീൻ ഇസ്രായേൽ. 83:4 വായിച്ചാട്ട്. വരുവീൻ ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വക്കവണ്ണം ഇതിന്റെ പേരാ മക്കളെ അറബ് ഇസ്രായേൽ വാർ. അവർ ജാതിയാതിരിക്കാതെ വണ്ണം അവരെ മുടിച്ചു കളയാ. 6 അറബ് രാഷ്ട്രങ്ങൾ. അടുത്ത വാക്ക് അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. ഇതാ മാറ്റി ദൈവം മാറ്റിയത്. ഇന്ന് രാത്രി പറയണം, വിശ്വാസത്തോടെ വചനം കേൾക്കണം. ഈ തലമുറയിൽ കർത്താവ് വരുന്നു, അതിനുവേണ്ടി ഞാൻ ഈ ഓട്ടമോടുന്നത്. ഇന്ന് രാത്രി നിങ്ങളോട് പറയുക, 6 രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെ ആക്രമിച്ചു. എന്താ പ്രശ്നം? 1967 ആയപ്പം 19 വയസ്സേ ഉള്ളു ഇസ്രായേൽ. കാട്ടാക്കട കല്ലൂരി മൈദ കോളേജിൽ പഠിക്കുന്ന ബികോംകാരനാണ് ഇസ്രായേൽ. 48 19 കുട്ടി 67. സ്വോത്രം. കയ്യിലൊരു ദാവീദിൻ്റെ കണക്കൊരു ഗമന പോലും എടുക്കാൻ യോഗ്യതയില്ല. അവൻ്റെ ഇടയ്ക്ക് 6 രാഷ്ട്രങ്ങൾ. കഥയും കൂടെ പറഞ്ഞുതരാം, കേൾക്കണം. ഈജിപ്തിൻ്റെ വിമാനത്താവളം കെയ്റോ, അറബ് രാജ്യങ്ങളിലെ 400 വിമാനം കിടക്കുക. യഹൂദൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, 2:30 എഴുന്നേറ്റ് അവൻ തോറയുടെ ചുരുള് വായിക്കും. സ്വോത്രം. 400 വിമാനങ്ങൾ അവിടെ കിടക്കുമ്പോൾ യഹൂദൻ എഴുന്നേറ്റു. അന്ന് വെളുപ്പിന് പരിശുദ്ധാത്മാവ് ഒരു കൃപ അവന് കൊടുത്തു. ഇസ്രായേലിൻ്റെ 6 കുഞ്ഞു വിമാനമുണ്ട്. എന്താ അവരോട് പറഞ്ഞത്? 150 മീറ്റർ ഉയരത്തിൽ പോയെങ്കിലേ റഡാറിനകത്ത് വിമാനം കിട്ടത്തുള്ളൂ. സയൻസും ബൈബിളും എല്ലാം മനസ്സിലാക്കണം. അന്ന് 4:30 മണിക്ക് അറബ് സഖ്യസേന ഉറങ്ങുമ്പോൾ ഇസ്രയേലിന്റെ ചാരവിമാനം വെറും 6 ഡേവിഡ് ബെൻഗൂറിയോൻ എയർപോർട്ടിൽ നിന്ന് പറന്നു. കെയ്റോയിലെ ഈജിപ്തിന്റെ എയർപോർട്ടിൽ ആരും കണ്ടില്ല. പട്ടാപ്പകൽ വെളുപ്പിന് 400 വിമാനത്തെ ചുട്ടരിച്ചു. അറബ് ഇസ്രായേൽ വാർ. അത് കണ്ടപ്പോൾ അറബ് രാജ്യം പറഞ്ഞു, നിങ്ങൾക്ക് ജയം തന്നിരിക്കൂ, യുദ്ധം നിർത്തണം. ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ ഇന്ന് രാത്രി പ്രതികൂലമാര്? വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആരാധിക്കുന്നവനെ തകർക്കുക, അന്യഭാഷ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നവനെ തകർക്കുക. ഒരു പക്ഷേ നിന്റെ പണം കാണത്തില്ല, നിന്റെ പാരമ്പര്യം കാണത്തില്ല, പക്ഷെ ഒന്നുണ്ട്, നിന്റെ മുട്ടുമടക്കിയുള്ള നിലവിളി ഉയരാമെങ്കിൽ നിന്റെ ശത്രു എത്ര പ്രബലനെങ്കിലും 40 ദിവസങ്ങളിൽ ഗോലിയാത്ത് വന്ന് ഈ ഫിലിസ്തീന്റെ പടയാളി വന്ന് ഇസ്രായേൽ ഗോത്രത്തെ വിറപ്പിച്ചപ്പോൾ സൈന്യവും ശക്തിയല്ല, ഒരിടയ ചെറുക്കന്റെ മേൽ ഒരു അഭിഷേകം വന്നപ്പോൾ അവനെ തകർത്ത് കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപുരം പറയണോ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. ഈ പട്ടണത്തിൽ നിന്ന് ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. എൻ്റെ പുത്രന്മാരും പുത്രിമാരും ഇന്ന് രാത്രി യേശുവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. വൃദ്ധന്മാരും യുവാക്കളും സ്വപ്നങ്ങളെ കാണട്ടെ. ഒരു സൈന്യം നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും ഇസ്രായേലെ നീ ഭയപ്പെടണ്ട. ഇന്ന് രാത്രി നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്.